ക്യാരം ബോർഡിൽ ഞാനെന്തോ വലിയ അതേപോലെ തന്നെ ഗുജറാത്ത്. ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ഞായറാഴ്ച ആയതിനെ കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നേട്ടോ. ഇന്നിപ്പോ സൈഷറിന്റെ വകയാണ് ഫുഡ് അല്ലേ സൈഷേട്ടാ? തിരിച്ചു പിടിച്ചേരാ കണ്ടിട്ടില്ല നിങ്ങളാ. അപ്പൊ സൈഷറിന്റെ വകയാണ് ഫുഡ്. എന്താന്ന് വെച്ചാൽ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കാം കേട്ടോ ഇന്ന്. കാരണം എല്ലൊന്നും ചോറ്, മത്തിക്കറി, മീൻ പൊരിച്ചത്, മാന്ത, ഇതൊക്കെ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതിനെ കൊണ്ട് എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ അതൊന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് സത്യത്തിൽ എളുപ്പപ്പണി നോക്കിയതാ. കാരണം കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ കാര്യമായിട്ട്. അപ്പൊ ഇന്ന് ഫ്രൈഡ് റൈസ് പരീക്ഷണമല്ല, പരീക്ഷണം എന്നൊന്നും പറയാൻ പറ്റൂല അല്ലേ സാ? പരീക്ഷണം പോലെയാണ്, പരീക്ഷണം പോലെ എല്ലാ പരീക്ഷണങ്ങളാണല്ലോ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളൂ അല്ലേ? ഡയലോഗുകൾ മാത്രം ചിലപ്പോ ഇങ്ങനെ കേൾക്കാം, ലാസ്റ്റ് എന്താവും എന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പൊ ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ സാധനം പറയില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട. പിന്നെ എന്താന്ന് വെച്ചാല് ദേവുന് പനി കേട്ടോ. അപ്പൊ അതിന്റെ പിറകിൽ കുറച്ചു നേരം കഞ്ഞി കൊടുത്തിട്ടും പിന്നെ അതിന്റെ ഇടയ്ക്ക് സതീഷേട്ടൻ പോയിട്ട് ഡോക്ടറെ കാണിച്ച് ഇവിടെ വടകര ഹോസ്പിറ്റലിൽ കാണിച്ച് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പിന്നെ അപ്പൊ മക്കളെല്ലാം ഇവിടുന്ന് രണ്ടാളും TV കാണുക. പുറത്തോട്ട് ഇറങ്ങിക്കൂടാ, നല്ല മഴ കേട്ടോ. കാപ്സിക്കോ വളരെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനെ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ക്യാപ്സിക്കം. കഴിക്കുന്ന സമയത്ത് എന്താന്ന് മനസ്സിലാകരുത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരെ എടുത്ത് മാറ്റി കളയും. അപ്പം അതുകൊണ്ട് എല്ലാ സാധനം എന്താന്ന് അറിയാതെ വെക്കണം. റൈസ് കുക്കറിൽ അരി വെച്ചോ. എല്ലാം ഒരു ഇത് പകുതി അറിയുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആയിട്ട് ഇത് ബാക്കിയൊന്നും കഴിച്ചു കൊടുക്കും. ഇങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയും. പക്ഷെ എന്തായി കഴിഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളൊന്നും യെസ്. സാധാരണ പോലെ തന്നെ വെള്ളം വെക്കാനാണോ? അരിയിൽ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയുണ്ടോ? ഈ സാധനത്തിനോട് ഞാൻ അത് ഇപ്പൊ എന്താ സീസൺ അല്ലാത്തതുകൊണ്ട് മറ്റേ ഒണിയൻ റിങ്സ് എനിക്ക് ഡയറ്റ് ചെയ്യുന്ന മറ്റേ ഡയറ്റ് ചെയ്യുന്ന സാധനത്തിലൊക്കെ ഇല്ലേ, മുറിച്ചിട്ടാകുന്നുണ്ടേ. 24-ാം തീയതി ലീവല്ലേ? ആവല്ലേ എല്ലാരും മക്കൾ കൊല്ലം ലീവല്ലേ അല്ലേ? എല്ലാരും ലീവല്ലേ? നല്ല വേവാണ്ടിരിക്കല്ലേ അരി? അരി പകുതി എടുത്താൽ മതി. പകുതി പിന്നെ ശരിക്കും ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു. ഇന്നലെ സമയം കുറച്ച് ഐഡിയ വെച്ചിരിക്കാലോ. എല്ലാം വളരെ പെട്ടെന്ന് അയച്ചല്ലോ. എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, തിന്നിട്ടുള്ള ഐഡിയ മാത്രം എനിക്കുള്ളൂ. ഇതിന്റെ പരീക്ഷണം പറയുന്നത് സംഭവം ഒക്കെ റെഡിയാവും. എല്ലാ സാധനവും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. റെഡിയാവും. ഇതെന്തോ ഒരു പൂപ്പല് പോലെ വന്നല്ലോ. നീന് ശരിക്കും മറ്റേ നമ്മളെ ചിരട്ടേന്റെ പെയിന്റിന്റെ കളറില്ലേ, ആ പെയിന്റ് എടുത്തിട്ട് അടിച്ചുകൂടി. ഓ, ഞാൻ പെയിന്റ് അടിച്ചു. ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നോ? ആരോ വിറ്റതല്ലേ, വിൽക്കാൻ കൊണ്ടുവന്നപ്പോ ചിരട്ടോണ്ട് ഉണ്ടാക്കിയ സാധനം. പിന്നെ ഇതും ഉണ്ടാവൂലേ, ജഗ് ഉണ്ടാവും. ഞാൻ വാങ്ങിയിട്ടില്ല. ചായ കുടിക്കത്തില്ലേ? ചായ കുടിക്കാൻ വേണ്ടിട്ടാണ്. ചിരട്ട പുട്ടിട്ടാക്കത്തില്ലേ ദീപത്തിന്റെ? പിന്നെ അതൊക്കെ ശരിയാ, ഞാൻ പറയണം വിചാരിച്ചിരുന്നേ. ദേവുവിന്റെ നഴ്സിംഗിന്റെ ഞാൻ റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ അടിയിൽ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. മംഗലാപുരത്താണ് ചേർത്തത്. അതിന്റെ ഓരോ പേപ്പറിന്റെ കാര്യത്തിനും ഒക്കെയാണ് ഞങ്ങൾ മെഞ്ഞാന്ന് മംഗലാപുരത്ത് പോയത് കേട്ടോ. പിന്നെ അത് കോളേജിന്റെ പേരും ചേരുന്ന കാര്യമൊക്കെ ഓള് തന്നെ പറഞ്ഞ് നമുക്കൊരു വീഡിയോ ഇടാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അത് സ്റ്റോപ്പാക്കി നിർത്തിയാന്ന്. അതാണ് ഞാൻ നഴ്സിംഗിനാണ്, മംഗലാപുരത്താണ്. പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഒക്ടോബർ ഈ ഇയർ തുടങ്ങുകയുള്ളൂ കേട്ടോ, കൊല്ലം തുടങ്ങുകയുള്ളൂ.
അപ്പൊ അതാണ് ദേവുവിന്റെ പഠിപ്പിന്റെ അവസ്ഥ. പിന്നെ കുഞ്ഞുവിനെ അതേപോലെ സിദ്ധുവിനെ ഞങ്ങള് അതേപോലെ തന്നെ ഗുജറാത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അധികവും ഹിന്ദി ആയിരിക്കും അവൻ പറയുക. നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സിദ്ധു, ഹിന്ദി അല്ലല്ലോ, ഗുജറാത്തിയാ? ഗുജറാത്തിൽ ഏതാ ഭാഷ? ഗുജറാത്തിൽ ഏതാ ഭാഷ? ഗുജറാത്തി. ഇപ്പൊ ഇവൻ പറയുന്നത് എനിക്ക് ഇവിടെ പഠിക്കണ്ടാണ്, അതുകൊണ്ട് ഓനെ ഞാൻ അധികം അടുത്തവരെ ഗുജറാത്തിലല്ലേ. ഇലക്ഷൻ വിശേഷം പറഞ്ഞില്ലല്ലോ. അത് തോൽക്കോ ജയിക്കോ തന്നിട്ട് പറയാൻ ചിട്ട അവൻ അത് തോറ്റിക്കിട്ട് ഇവിടെ നടക്കണല്ലേ പറഞ്ഞു. തോൽക്കൊന്നൊരു വിഷയമല്ല, തോൽക്കുന്നത് അതല്ലേ. സ്കൂളിലായിട്ട് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. എല്ലാരോടും ചിലപ്പോ ഇന്ത്യ കാണുന്നുണ്ടെങ്കിൽ ഓല് വോട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നാണം കുടുങ്ങുന്നുണ്ട്. എന്താ സംഭവം എന്നൊരു സ്കൂൾ ഇലക്ഷൻ അല്ലേ? സ്കൂൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്. എന്തായിട്ട് മത്സരിക്കുന്നേ? സ്കൂൾ ലീഡറായിട്ട് മത്സരിക്കുന്നുണ്ട്. അതായത് ഓന്റെ സ്കൂളിൽ ഓനെ അന്ന് ഏറ്റവും ഉയർന്ന ക്ലാസ് 7ാം ക്ലാസ് വരെ അവിടെ സ്കൂളാണല്ലോ, UP സ്കൂൾ. അപ്പൊ അവിടെ ഇലക്ഷന് ഏട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾ ഇവിടെ ഉണ്ട് അല്ലേ? ചണ്ടയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വോട്ട് ചെയ്യണേ മുദ്രാവാക്യം വിളിച്ചേ പോകുന്ന പറഞ്ഞല്ലേ ഇത്. അപ്പൊ അധികം ഞാൻ ജയിക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പൊ ഇതില് ആരെങ്കിലും കാണുന്ന പോലെ ഉണ്ടെങ്കിൽ സൂര്യൻ ചിഹ്നം സൂര്യനൊക്കെയാണ്. എല്ലാരും വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കായിരുന്നു. കുറച്ചേരം കളിക്കും, കുറച്ചേരം പഠിക്കും, കുറച്ചേരം കൊടുക്കും. കാരണം മഴയായതിനെ കൊണ്ട് മുറ്റത്തൊന്നും കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് 2 ദിവസം ചെണ്ടെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഇതാ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിന്റെ ബട്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സൈഷേട്ടനുണ്ട് മുട്ട. ആദ്യം തന്നെ മുട്ട ഇങ്ങനെ വേവിച്ചിട്ട് ഉപ്പിട്ടിട്ട് ചിക്കല്ലേ സൈഷേട്ടൻ പറഞ്ഞ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മള് ഉപ്പേരി പോലെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടൊന്നത് ചൂടാട്ടെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് പിന്നെ എഗ് ഫ്രൈഡ് റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇതാണ്. ഒന്ന് മുട്ട നല്ലോണം ചിക്കി എടുക്കാന്ന് പറയാം. ഇതാദ്യം ഒന്ന് ചിക്കി എടുക്കുക. കുറച്ച് തീ വേണേ കൂട്ടിക്കോളി സൈഷേട്ടാ. തീ കൂട്ടിയിട്ടുണ്ട്. അധികമായി കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വെറേ ആയിട്ട് ഇങ്ങനെ കിട്ടണം. പലർക്കും ഓരോ മുട്ട കണക്കാക്കി എടുത്തിട്ടാ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ മുട്ട വേർതിരിച്ച് 5 മുട്ടയായിട്ട് എടുത്തിക്ക് കേട്ടാ. ഓരോരുത്തർക്ക് ഓരോ മുട്ട ഇങ്ങനെ വേർതിരിച്ചെടുക്കും. എന്താ മോനെ പരാതി പറഞ്ഞോ? പരാതി പറയാൻ വന്നാട്ടോ. കളിക്കുന്നിടത്ത് 2 ആളും കൂടി ഇങ്ങനെ ചെറിയ പരാതി ഉണ്ടാവും. ഓന്റെ മോൻ കണ്ടില്ല നിങ്ങൾ ഇതാ പറഞ്ഞോ. എന്താ പറഞ്ഞടാ? ഓം വെറുതെ കള്ളക്കളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവസാനിക്കും അല്ലേ കുഞ്ഞു? ആകെ ഒരു കോയിന് ക്യാരം ബോർഡിൽ ഇടാണല്ലോ. പിന്നെ കുറെ പൗഡർ എടുത്താൽ വേസ്റ്റായി. കരം പോലെ എനിക്ക് നിർത്താട്ടോ. അതിന് പാടെ പോയിട്ട് എന്താന്ന് എനിക്ക് സോൾവ് ആക്കിയിട്ട് വരാം. ഹായ് ഗൈസ്, ആ വരിക. ഇവിടെ നിന്നാണ് കച്ചറുണ്ടായ സംഭവം കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ഒരാൾ അവിടുന്ന് കഷ്ടപ്പെട്ട് ആയോ ചേട്ടാ? ഏകദേശം ഇതുപോലെ ചിക്കിയാൽ മതി കേട്ടോ. ഇത്രയൊക്കെ വേണ്ടു. ഇത്രയൊക്കെ ചിക്കൻ ഉണ്ടാവും. ഒന്ന് വേറെ ആയിട്ട് നിന്നോട്ടെ കേട്ടോ. ഉപ്പേരി പോലെ ആക്കണ്ടായത്. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കഷ്ണം കാണണ്ടേ. ഇങ്ങനെ കിടക്കട്ടെ. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ധൈര്യമായിട്ടില്ല, കുറച്ച് ഓയിലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബട്ടർ. വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമ്മളെ ഇനിയൻ കേട്ടോ. ഇനി ഒന്നും നോക്കണ്ട, ഓരോന്നായിട്ട് അങ്ങോട്ടേക്ക് ഇല്ല. പിന്നെ അതാ ക്യാരറ്റ്,
പിന്നെ നമ്മളെ ക്യാപ്സിക്കം ഇടുക. ഇതൊക്കെ പിന്നെ എല്ലാവരും പറയുന്നതായിരിക്കും കേട്ടോ. എളുപ്പം പണി കേട്ടോ. ഞാൻ നല്ലോണം ആക്കി കൊടുക്കുക. പിന്നെ നമ്മളെ ഇതിന്റെ പേര് പറയും കേട്ടോ. എന്തൊരു പേര് പറയും, അതെ കാബേജ് അല്ല. ഈ സംഭവം അങ്ങോട്ടേക്ക് ആയിട്ടില്ല. നല്ല എളുപ്പത്തിൽ കയ്യേണ്ടി ഇത്. ഇനി ഇത് കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടിടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് ഉപ്പിടണം. നമ്മുടെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ ചോറിൽ ഉപ്പിട്ടിട്ടില്ലേ, ചോറിൽ ഉപ്പിടാണ്ട് വേവിച്ചിട്ട് കുറച്ച് ഉപ്പും വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അതെ നോക്കട്ടെ, കുറച്ച് വേണമെങ്കിൽ ഇടാം. കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തീ നല്ലോണം കുറച്ചാ വെച്ചേ, കുറച്ച് കൂട്ടട്ടെ അല്ലേ. ഇതൊന്ന് വാടണേ. കുറച്ചുകൂടി സോയാ സോസ് വേണോ സാർ? കുറച്ചും കൂടി വെച്ചോ. കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ എന്തായാലും കാണുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. കുരുമുളക് പൊടി ആരെയും പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇത്രയൊന്നും വേണ്ടടോ, കുറച്ച് കുരുമുളക് പൊടി വേണം, എന്നാലും അതിന്റെ സുഖം കിട്ടും. ഇതിലോട്ട് ചോറിട്ടതിന് ശേഷമാണ് ചോറ് നമ്മൾ നേരത്തെ സാധാരണ റൈസ് കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സാധാരണ റൈസ് കുക്കറിൽ ചോറ് വെന്തിട്ട് കൂട്ടി കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഇങ്ങനെ വേറെ വേറെ ആയിട്ട് വെക്കും കേട്ടോ. ശരിക്കും ഇന്നലെ വേവിച്ച് വെക്കുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ ഇന്നലെ വെച്ചേ, അതുകൊണ്ട് നമ്മൾ വേവിച്ച് നല്ലോണം തണിഞ്ഞതിന് ശേഷം പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ മീനിലേക്ക് ഇടുമ്പോൾ അത് നല്ല സെപ്പറേറ്റ് ആയിട്ട് വെക്കും. ചോറ് ഇടാം കേട്ടോ. ചോറ് ഇടുന്നതിനാണ് ശ്രദ്ധിക്കുന്നത്. ചോറ് ഒരു ലെയർ ഇട്ട് എല്ലാം സെക്കൻഡ് ലെയർ ഇട്ട് ഇളക്കി 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 വന്നിട്ട് മുട്ടയിട്ട് അങ്ങനല്ലേ. ഇതിന് നമ്മൾ ആദ്യം തന്നെ ഇത് വേവിച്ച് വെച്ച ചോറാണ്. ഒന്നിച്ചിടണ്ട കേട്ടോ. കുറച്ച് ആദ്യം കുറച്ച് ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ ഇളക്കുക. ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ആയിട്ടും കുറച്ച് ചോറ് ഇടുക കേട്ടോ. വീണ്ടും കുറച്ച് ചോറിടുക. നല്ല അടിപൊളിയായി വന്ന ചോറാട്ടോ. ചോറ് ഒരു കുഴപ്പമില്ല കേട്ടോ. അടക്കാതെ നല്ലോണം ഒന്ന്. ഇനി നമ്മള് മുട്ട ഇടണം. കുറച്ചുകൂടി നമുക്ക് വേണ്ട ഒരു ചോറ് എടുത്താൽ മതിയല്ലോ. ഇനി പ്രൊഫഷണൽ സംഭവം അല്ലാത്തതുകൊണ്ട് ഇടക്കിടക്ക് ഓരോ സാധനം പിന്നെ ഓർമ്മ വരും കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മെല്ലന തട്ടി കൊടുക്കണം, എന്നാലാണ് മുട്ട എല്ലാവരും എത്തുള്ളൂ. നല്ല കളറൊക്കെ ഉണ്ട് കാണുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇനി ഒരു സാധനം കൂടി ഒഴിക്കണില്ല. വിനാഗിരി ഒഴിക്കാനുണ്ട്. വിനാഗിരി ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് വിനാഗിരി കൂടി ഒഴിച്ചാൽ സംഭവം സൂപ്പറാവും. ഒരു സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് ഒരു 1.5 എടുത്തോ. കുറച്ചുകൂടി ചേർത്തോ. അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ആ ഒരു പുളിപ്പും കൂടി ആയാലാണ് ഫ്രൈഡ് റൈസ് നല്ല സുഖമാവും. സംഭവം സ്പ്രിംഗ് ഓനിയൻ കിട്ടാത്തതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അപ്പം ഇത് ലാസ്റ്റ് ഒരു മേമ്പൊടിക്ക് ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നല്ല രസമായിട്ട് ഉണ്ട് കേട്ടോ. ഉടഞ്ഞു പോകില്ല, കാരണം അത്രയൊന്നും വെന്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഏകദേശം നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണത്. ഇത് നന്നായുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ മുഖത്ത്. ഞാനെന്തോ വലിയ സംഭവം ഉണ്ടാക്കിയ പോലെ. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളെ ഇപ്പം മറന്നുപോകും. അതാണ്. കുറച്ച് വേണമെങ്കിൽ ഒന്ന് വെള്ളം ചൂടായിക്കോട്ടെ അല്ലേ സാർ? എല്ലാം കൂടെ മിക്സ് ആയിക്കോട്ടെ അല്ലേ?
നല്ല ചൂട് അപ്പൊ കുറഞ്ഞു, നമ്മളെ ലേശം ചൂട് കുറഞ്ഞിരിക്കുന്നു തോന്നുന്നു അല്ലേ സാ? അല്ലേ കാണാൻ സൂപ്പർ അല്ലേ? കുഞ്ഞു എങ്ങനെയുണ്ട്? രസമുണ്ട് കാണാനാ? കുറച്ച് കഴിക്കട്ടെ. കുറച്ച് ചില്ലി സോസും കുറച്ച് ഒഴിക്കാം വേണമെങ്കിലേ. പിന്നെ ദേവുവിന് പനിയായതിനെ കൊണ്ട് ദേവുവിന് കൊടുക്കട്ടെ. ദേവിന് ഒന്നും തിന്നൂല, പനിയായി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഒന്നും തിന്നൂല. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രൈഡ് റൈസിനുള്ള സൈഡും കൂടിയായി. വാ കുഞ്ഞു, വാ. ഇത് കുളിച്ച് കഴിഞ്ഞിട്ടില്ല. മോനിരുന്നോ, അവിടെ ഇരുന്നോ? കഴിക്കട്ടെ. എങ്ങനെ ഉണ്ടോ? രസമുണ്ട്. എന്താ ഒത്തിരി ഇത് കോഴിയില്ലല്ലോ, മുട്ടയല്ലേ ഉള്ളൂ. രസമാ? എന്താണ് ഓൻ എന്താ വെച്ചാൽ പ്രത്യേകം കഴിക്കണം. കാരണം എന്താ വെച്ചാൽ വെജിറ്റബിൾ തിന്നാത്തതിനെ കൊണ്ട് ചിക്കൻ മാത്രമല്ല വെജിറ്റബിൾ എത്തണ്ടേ, അതുകൊണ്ടാണ് ഈ പരിപാടി. അതെ, ഇനി മറ്റേ ആളും കൂടി വരണം. അതുകൊണ്ട് കുളിക്കുന്നു കേട്ടോ. അപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫുഡങ്ങ് കൊടുത്തത്. ഇത് തിന്നുന്നതിൻ്റെ ഒരു സ്റ്റൈലും കുറച്ച് സോസ് ചേർത്ത് സ്പൂൺ എടുത്തിട്ട് സൈഡിടാ തിന്നുക. അങ്ങനെ നിങ്ങൾ കൂട്ടി കുഴച്ച് തിന്നരുത്. എന്താ ഒരു എക്സ്പ്രഷൻ ഇല്ല. അടിപൊളി. ഈ കാര്യം ട്രോളെന്നാണ് അടുത്ത് പറയും. ട്രോളെന്നല്ല, അമ്മ സൂപ്പറാ. ഇതാ അവിടെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് തിന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് സിദ്ധു? സൂപ്പറാണല്ലോ കേട്ടോ. അപ്പൊ ഞാനും കൂടിയേ തിന്നാനുള്ളൂ. ദേവുവിന് കൊടുക്കണം, ദേവുണ്ട് പനിച്ചിട്ട് ഉറങ്ങല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നോക്കിയിട്ട് ചിലതൊക്കെ എന്തെങ്കിലും അറിയാൻ മനസ്സിലായിട്ടുണ്ടാവില്ലേ ചെയ്യുന്ന ഒന്നുമില്ല, കാര്യമായിട്ട് നല്ല രസമുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എന്താ അറിയാ, ഇത്ര നേരം വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടൂല്ലേ, ഫുഡ് കഴിക്കാനുള്ള കഴിക്കട്ടെ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിരിക്കാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ.